പരിശുദ്ധ ബാവാതിരി മനസ്സിൻ്റെ കൽപ്പന ഇപ്പോൾ അഭിയുന്ന തിരുമേനിയുടെ അനുവാദത്തോടെ വായിക്കുകയാണ്. സ്വയസ്ഥിതനും ആദ്യന്തമില്ലാത്തവനും സാരാംശ സമ്പൂർണനുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. വിശുദ്ധ മാർ തോമാസ് ശ്ലീഹായുടെ സിംഹാസനത്തിന്മേൽ ആരൂഢനായിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തയുമായ മോറാൻമാർ ബസേലിയോസ് മാർ തോമ മാത്യൂസ് തൃതീയൻ, നമ്പർ MOSC/CMM/202/2025. നമുക്ക് എത്രയും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ പാലക്കാട് യാക്കര സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരിക്കും, ദേശത്ത് പട്ടക്കാർക്കും പള്ളി കൈസ്ഥാനിക്കും, ശേഷം വിശ്വാസികൾക്കും വാഴ്വ്. പ്രിയരെ, വിശുദ്ധ ദൈവമാതാവിന്റെ ധന്യനാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന യാക്കര സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെ വളർച്ച പരിശുദ്ധ സഭയ്ക്കാകമാനം അഭിമാനിക്കാവുന്ന ഒന്നാണ്. അപ്പോസ്തോലിക വിശ്വാസത്തിന്റെ കാവൽ ഭടന്മാരായി പരിശുദ്ധ സഭയെ ജീവനതുല്യം സ്നേഹിക്കുകയും അതിന്റെ ഔന്നത്യത്തിനു വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യുന്ന നമ്മുടെ സഭാമക്കളാണല്ലോ സഭയുടെ നിലനിൽപ്പിന്റെ ആധാരം. 1969 പാലക്കാട് പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് അവിടെയുള്ള വിശ്വാസികൾക്ക് വേണ്ടി കൂദാശ ചെയ്യപ്പെട്ട യാക്കര സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി ദൈവ സംസർഗത്തിന്റെയും ക്രൈസ്തവ സാക്ഷ്യത്തിന്റെയും പ്രതീകമായി ഇന്നയോളം പ്രശോഭിക്കുന്നു എന്നുള്ളതിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആ ഇടവക നാളിതുവരെ മലബാർ ഭദ്രാസനത്തിനും ക്രൈസ്തവ സമൂഹത്തിന് ആകമാനവും നൽകിയിട്ടുള്ള വിലമതിക്കാനാവാത്ത സംഭാവനകളെ ഓർത്ത് നാം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആകയാൽ പ്രിയ മക്കളെ, നാളിതുവരെയായി ആ ഇടവക കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങളെയും അനേകർക്ക് ആത്മീയ ചൈതന്യം ലഭ്യമാക്കി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെയും നാം ശ്ലാഘിക്കുന്നു. ഭാവിയിലും നിങ്ങളേവരും ഏകോപിച്ച് പരസ്പര സ്നേഹത്തോടും സഹകരണത്തോടും ദൈവാശ്രയ ബോധത്തോടും കൂടി മുന്നോട്ട് പോകണമെന്ന് നാം ഓർമ്മിപ്പിക്കുന്നു. ഇടവകയുടെ പ്രാരംഭം മുതൽ ഇന്നയോളം നേതൃത്വം നൽകിയ വൈദികരെയും മറ്റു വ്യക്തികളെയും കർത്തൃസന്നിധിയിൽ നാം സമർപ്പിക്കുകയും ചെയ്യുന്നു. വാത്സല്യ മക്കളെ, ആ ഇടവകയുടെ സമസ്ത മേഖലകളിലുള്ള പ്രവർത്തനങ്ങളും പുരോഗതിയും സാക്ഷ്യവും കണക്കിലെടുത്ത് അർഹമായ ഒരു അംഗീകാരം ഇടവകയ്ക്ക് കൽപ്പിച്ചു നൽകുന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. മലബാർ ഭദ്രാസന ഇടവകയുടെ അഭിമന്യ ഗീവർഗീസ് മാർ പക്കോമിയോസ് മെത്രാപ്പൊലീത്തയുടെ ശുപാർശയോടുകൂടി പരിഗണിച്ച് ആ ഇടവകയെ ഒരു മഹാ ഇടവകയായി ഉയർത്തി ആദരിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് ദൈവാത്മാവിൽ നമുക്ക് ബോധ്യമായി. ആയതിനാൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മലബാർ ഭദ്രാസനത്തിലെ പ്രമുഖ ദേവാലയങ്ങളിലൊന്നായ യാക്കര സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയെ ഒരു മഹാ ഇടവകയായി ഈ കൽപ്പനയിലൂടെ നാം പ്രഖ്യാപിക്കുന്നു. ഇനി മുതൽ ആ ഇടവക പാലക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് മഹാ ഇടവക എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. പരിശുദ്ധ സഭയോടും ബലഹീനനായ നമ്മോടും ഭദ്രാസന മെത്രാപ്പൊലീത്തയോടും പരിശുദ്ധ സുന്നഹോദോ സംഘങ്ങളായ നമ്മുടെ എല്ലാ സഹോദര മെത്രാപ്പൊലീത്തന്മാരോടും കാലാകാലങ്ങളിൽ നമ്മുടെ പിൻഗാമികളായി പരിശുദ്ധ സഭയെ മേയിച്ചു ഭരിപ്പാൻ നിയമിതരാകുന്ന പിതാക്കന്മാരോടും നിങ്ങളും നിങ്ങളുടെ സന്തതി പരമ്പരകളും കൂറുള്ളവരും അനുസരണമുള്ളവരും ആയിരിക്കണം. പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസവും സ്വാതന്ത്ര്യവും നിങ്ങളും നിങ്ങളുടെ തലമുറയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം. ശേഷം പിന്നാലെ സർവശക്തനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആയത് ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയാം അമ്മയുടെയും ഇന്ത്യയുടെ കാവൽ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെയും നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരായ എൽദോമാർ ബസേലിയോസിന്റെയും മാർ ഗ്രിഗോറിയോസിന്റെയും മാർ ദിവന്നാസിയോസിന്റെയും ശേഷം സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നീയോർത്ത് മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. 2025 ഓഗസ്റ്റ് മാസം 8-ാം തീയതി കോട്ടയം കാതോലിക്കേറ്റ് അരമനയിൽ നിന്നും ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബ. ഇന്നു മുതൽ ഈ ദേവാലയം പാലക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ്
മഹാ ഇടവക എന്ന് അറിയപ്പെടും. ഇന്നു മുതൽ ഈ ഇടവക പാലക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് മഹാ ഇടവക എന്നറിയപ്പെടും. ഇന്നു മുതൽ ഈ ഇടവക പാലക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് മഹാ ഇടവക എന്ന് അറിയപ്പെടും. നിങ്ങളെല്ലാവരെയും ഒരുപോലെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.